ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചീമപ്ലാവിൽ ഇഷ്ടം പോലെ ചീമച്ചക്ക. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അപ്പുറത്തുനിന്ന് ഇഷ്ടം പോലെയൊക്കെ നമുക്ക് വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ചീമച്ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്ന്, പറിച്ചല്ല അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു ചീമച്ചക്ക. നല്ല വിളഞ്ഞ ചീമച്ചക്കയായിട്ട് ഇരുമ്പ് അങ്ങോട്ട് ഇറങ്ങുന്നില്ല, അത്രത്തോളം വിളഞ്ഞ് നല്ല ടേസ്റ്റിയാണ് ഇത് വെക്കാൻ. ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാം. പിന്നെന്താണ്, തോരൻ വെക്കാം, തീയൽ വെക്കാം, എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഈ തോരൻ വെക്കുന്നത്. ഞാൻ തോരൻ വെച്ചിട്ടില്ല, പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ തീയലും വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഞാനിത് തോരൻ വെക്കുന്നത്. അപ്പോൾ നല്ല കറയാണ് അതിനകത്തങ്ങ്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഞാൻ നീളത്തിലാണ്. ഇതൊന്ന് ആവി കയറി കഴിഞ്ഞാൽ നന്നായിട്ട് വേവുന്നത് കൊണ്ട് ഇത്തിരി മെഴുക്കോട്ടിക്കൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിനൊക്കെ നമുക്ക് ചെത്തിയെടുത്താൽ മതി. നന്നായിട്ട് കറയുള്ളത് കൊണ്ട് ഞാൻ വെള്ളത്തിലോട്ടാണ് ഇത് ചെത്തിയിടുന്നത്. അപ്പോൾ നല്ല നീളത്തിൽ കൊത്തിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നതിനാൽ ഞാനിങ്ങനെ ചകന്ന് പറഞ്ഞ് പെട്ടെന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ടിടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുത്തിയങ്ങ് അരിയാം, എന്നാലും അന്നേരം പെട്ടെന്ന് അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കറയുണ്ട്, നന്നായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് നേരം വെള്ളത്തിലോട്ട് കിടക്കട്ടെ. അന്നേരം നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മസാലയാണ്. മസാലയും പട്ട, പെരുംജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതാ നല്ല കാന്താരിമുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, പാൽമുളകുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് കാന്താരിമുളകാണ് ഇട്ടത്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ആ ഒരു മസാല, നല്ല ജീരകം ഇടത്തില്ല, നല്ല ജീരകവും വെളുത്തുള്ളി ഞാൻ ചേർക്കാറ്. ഇങ്ങനെ ചേർക്കുന്നതാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നി. എനിക്കിതാണ് ഇഷ്ടം. അപ്പം അതിൻ്റെ ഒരു 1/4 ഭാഗം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതന്നേരം നന്നായിട്ടൊന്ന് ചതച്ചെന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചട്ടി അങ്ങോട്ട് ചൂടാക്കാം. അത് ചൂടാക്കിയിട്ട് കഴിഞ്ഞ ദിവസം മേടിച്ച കുപ്പി അങ്ങോട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഇത് വെപ്രാളമാണ് കാണിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു, കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കുറച്ച് ഉഴുതിടാം. ഉഴുന്നോ അരിയോ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാൻ ഇവിടെ തോരനൊക്കെ വെക്കുമ്പം മെയിനായിട്ട് ഉഴുന്നാണ് ഇടുന്നത്. പിന്നെ ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങയൊക്കെ ചതച്ച് വെച്ചേക്കുന്നത് അങ്ങോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് ചൂടാവണം, അത്രേ വേണ്ടൂ. അപ്പോഴത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു ചീമച്ചക്കയും കൂടെ അതിനകത്തിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് വേവും, അത് ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു പെട്ടെന്ന് വേവുന്നത്. ആദ്യമായിട്ട് ഞാൻ വേവിച്ച സമയത്ത് അങ്ങ് അളിഞ്ഞു പോയി. പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ജാറിൻ്റെ കഴുകി ഒന്ന് ജസ്റ്റ് പേരിനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് തീ കുറച്ചിട്ട് അടച്ച് വേവിക്കാം. കഴുകി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. അതും ഇട്ടിട്ട് അടച്ചായിരുന്നു ഞാൻ വെച്ചത്. പക്ഷേ ആ ഒരു വീഡിയോ എടുക്കുക അതങ്ങ് എങ്ങനെയോ അങ്ങ് പോയതങ്ങ്. അത് അടച്ച് വെച്ചിരിക്കുന്നതൊന്നും തുറക്കുന്നൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി 1/4 ഭാഗം വെച്ചിന് തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോരനൊക്കെ വെന്ത് കഴിയുമ്പം ബാക്കി ആ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ ഏറെ തേങ്ങ ഉള്ള ഒരു ഫീലാവും. പിന്നെ എനിക്ക് ഇച്ചിരി കളറും ഇത്തിരി എരിയും കൂടെ വേണം തോന്നി. അപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി ഉള്ളത് കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇത്തിരി ഇട്ടത്. ഇല്ലായെങ്കിലും കുഴപ്പമില്ല. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോരൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒത്തിരി നന്ദി. താങ്ക് യു.